ഹരി ഓം. 66-ാമത്തെ ശ്ലോകം. അപ്പം ഇതുവരെ പറഞ്ഞു വന്നത് സ്വപ്രയത്നത്തിൻ്റെ ആവശ്യകതയാണ്. താൻ നല്ലൊരു ഗുരുവിനെ സമീപിച്ചു എന്നുള്ളത് കൊണ്ടോ ഗുരു ഉപദേശം തന്നു എന്നുള്ളത് കൊണ്ടോ ശിഷ്യൻ മുക്തനാവാൻ പോണില്ല. എത്ര വലിയൊരു മഹാത്മാവാണ് ഗുരുനാഥൻ എന്ന് വന്നാലും ആ ഗുരുനാഥൻ ഉപദേശജ്ഞാനം ഗുരുവിൻ്റെ അറിവാണ്. ആ ഗുരുവിൻ്റെ ഉപദേശത്തെ തൻ്റെ അനുഭവമാക്കി മാറ്റുന്നത് ശിഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമമാണ്. ഗുരുവിന് വഴി പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ആ വഴിയിലൂടെ നടന്നു പോകേണ്ടത് ശിഷ്യൻ സ്വമേധയാണ്. അതിനാണ് ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലേ. അവനവന് വിശന്നാൽ അവനവൻ തന്നെ ആഹാരം കഴിക്കണം, വേറൊരാൾ ആഹാരം കഴിക്കണം നോക്കിയിരുന്നാൽ നമ്മുടെ വയറിനറിയില്ല. മറിച്ച് തൻ്റെ തലയിലുള്ള ഭാരത്തെ വേറൊരാൾക്കെടുത്ത് നമ്മളെ സഹായിക്കാൻ പറ്റും. അവരവർക്ക് അസുഖം വന്നാൽ മറ്റൊരാൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരുന്ന് കഴിച്ചുകൊണ്ട് നമ്മുടെ സൂക്കേട് മാറില്ല. നമ്മൾ തന്നെ മരുന്ന് കഴിക്കണം. നമുക്ക് കടം ഉണ്ടെച്ചാൽ വേറൊരാൾക്ക് കടം തീർത്തു തരാൻ പറ്റും, സഹായിക്കാൻ പറ്റും. എന്നാൽ അവനവൻ്റെ രോഗനിവൃത്തിക്ക് അവനവൻ തന്നെ മരുന്ന് കഴിക്കണം. ഇതുപോലെ അവനവൻ്റെ ബന്ധനിവൃത്തിക്ക് മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമ്മൾ തന്നെ പരിശ്രമിക്കണം. അതാണ് ഇതുവരെ പറഞ്ഞത്. പൂർവ്വശ്ലോകത്തിൽ എങ്ങനെയാണ് സാധിക്കേണ്ടതെന്നും പറഞ്ഞു. ഒരു തൻ്റെ മുറിക്കകത്ത് സുരക്ഷിതമായി അറിയപ്പെടാതിരിക്കുന്ന നിധിയെ പുറത്തെടുക്കുന്നൊരു പ്രക്രിയയാണ് ഈ മഹാനിധി, ആത്മസാക്ഷരൂപം. അതുപോലെ എത്ര വലിയൊരു നിധി വേറെയില്ല. ആ ആത്മസാക്ഷാത്കാരം നിധി പുറത്തെടുക്കുന്ന പ്രക്രിയ പോലെയാണ്. അതിന് നമ്മുടെ പ്രയത്നം അത്യാവശ്യമാണ്. ഈ ശ്ലോകത്തിൽ പറയണം, തസ്മാൽ സർവപ്രയത്നേന ഭവബന്ധവിമുക്തയേ സ്വൈരേവ യത്നഃ കർത്തവ്യോ രോഗാദാവിവ പണ്ഡിതൈഃ. തസ്മാൽ സർവപ്രയത്നേന ഭവബന്ധവിമുക്തയേ സ്വൈരേവ യത്നഃ കർത്തവ്യോ രോഗാദാവിവ പണ്ഡിതൈഃ. തസ്മാത് അതുകൊണ്ട്, സർവപ്രയത്നേന വിവേകിയായ സാധവൻ ഭവബന്ധവിമുക്തയെ സംസാരബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകൻ സർവപ്രയത്നേന സർവവിധ പ്രയത്നം ചെയ്തും എന്ത് ചെയ്യണം? സ്വൈരേവ യത്നകർത്തവ്യ, അവനവൻ തന്നെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നം ചെയ്യണം. എങ്ങനെ? രോഗാദൗ ഇവ, രോഗം മുതലായവയിൽ എന്ന പോലെ. രോഗം മുതലായവയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക. രോഗം വന്നു കഴിഞ്ഞാൽ രോഗി മരുന്ന് കഴിക്കണം, എന്നാലേ സുഖേട് മാറുള്ളൂ. രോഗിക്ക് വേണ്ടി രോഗിയുടെ ബന്ധു മരുന്ന് കഴിച്ചുകൊണ്ട് സുഖേട് മാറില്ല. ഇനി ഒരേ രോഗം ബാധിച്ചിരിക്കുന്ന 2 പേർക്ക് തന്നെ ഒരു മരുന്ന് തന്നെ ഒരേ അളവിൽ കൊടുത്താൽ പറ്റില്ല, വ്യത്യസ്ത അളവിലാണ്. ഇതൊക്കെ കുറെ കാലമായ രോഗമാവും, അതിന് കുറച്ച് ജാസ്തി കാലം കഴിക്കേണ്ടി വരും അല്ലേ. ഇതൊക്കെ പെട്ടെന്ന് ചെറിയൊരു ഡോസ് കൊണ്ട് മാറിയെന്ന് വരുന്നുണ്ട്. അതുപോലെ എല്ലാ സാധകന്മാരും ചെയ്യേണ്ട വേദാന്ത സാധന തന്നെയാണെങ്കിലും പ്രായോഗികമായി അവരവർക്ക് യുക്തമായ അളവിൽ ഓരോ ആളും അനുഷ്ഠിക്കണം. മാത്രമല്ല, മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം അസുഖം മാറില്ല, പഥ്യാചരണവും കൂടി വേണം. അല്ലേ? അല്ലെങ്കിൽ സുഖേട് ഇരട്ടിച്ചു എന്ന് വരാം. അതുകൊണ്ട് തസ്മാത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇന്ന കാരണങ്ങളെ കൊണ്ട് അവനവൻ്റെ വിശപ്പ് മാറാൻ അവനവൻ ആഹാരം കഴിക്കണം, വേറെ ആൾ കഴിച്ചാൽ പോരാ. അവനവൻ്റെ സുഖേട് മാറാൻ അവനവൻ മരുന്ന് കഴിക്കണം, പഥ്യാചരണം ചെയ്യണം, അല്ലാതെ വേറൊരാൾ ചെയ്താൽ പോരാ. എന്നതുപോലെ അവനവനെ ഭവബന്ധത്തിൽ നിന്ന് മുക്തനാക്കാൻ വേണ്ടി, ഭവം സംസാരം, സംസാര ബന്ധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരാളെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സർവപ്രയത്നേന, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ ചെയ്യേണ്ട കാര്യം ഇവിടെയാണ്. ശാരീരിക പ്രയത്നമല്ല ഇവിടെ. എന്ത് പ്രയത്നമാണ് ചെയ്യേണ്ടത്? അതിനുള്ള ഉപായം എന്താണ്? അതെങ്ങനെയാണ് പ്രയത്നം ചെയ്യേണ്ടത്? ഇതൊക്കെ പറഞ്ഞു. ഇവിടെ ശ്രവണ മനന നിധ്യാസനങ്ങളാണ് പ്രയത്നം. അതിലൂടെ
ബ്രഹ്മ ഐക്യം സമ്പാദിക്കലാണ് വേണ്ടത്. ബ്രഹ്മാത്മ ഐക്യമാണ് സമ്പാദിക്കേണ്ടത്, ബ്രഹ്മാത്മ ഐക്യബോധം. അതിനു വേണ്ടിയിട്ട് വേറൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവനവൻ തന്നെ നിരന്തരം പരിശ്രമിക്കണം. ആത്മജ്ഞാനത്തിന്റെ മഹിമയെക്കുറിച്ചിട്ടുള്ള വിവരണം 56-ാം ശ്ലോകത്തിൽ തുടങ്ങി. ന യോഗേന ന സാഖ്യേന, ഷഡ്ദർശനങ്ങൾ പഠിച്ചു. ആ ദർശനങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഉപാസന കൊണ്ട് പറ്റില്ല, കർമ്മം കൊണ്ട് പറ്റില്ല, പിന്നെയോ ആത്മബോധം കൊണ്ട് മാത്രമേ മുക്തി സാധിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ സ്വപ്രയത്നത്തിന്റെ ആവശ്യകതയെ അവിടെയൊക്കെ പറഞ്ഞു, വീണ്ടും ഇവിടെ ഊന്നി പറയുകയാണ്. ശാസ്ത്ര പാണ്ഡിത്യവും വ്യാഖ്യാന പ്രഭാഷണ കുശലതയും ഒക്കെ സെക്കൻഡറിയാണ് അർത്ഥം, അപ്രധാനമാണെന്നർത്ഥം. മുഖ്യമായിട്ടുള്ള എന്താ? നമ്മുടെ ആത്മാർത്ഥത. ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠയോടും കൂടി ശരിയായ മാർഗത്തിൽ, ഗുരുപദിഷ്ടമായ മാർഗത്തിൽ സ്വയം തന്നെ ശ്രമം ചെയ്യണം, പ്രയത്നം ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ തൻ്റെ വാസ്തവ സ്വരൂപം, ആ പരമാത്മതത്വം സാധകന് സാക്ഷാത്കരിക്കാനാകുള്ളൂ. അതിന് പറ്റിയ ഓർമ്മയാണ് ഇവിടെ പറഞ്ഞത്. രോഗാദൗ ഇവ, രോഗബാധിതന്മാരെന്ന പോലെയെന്ന്. രോഗബാധിതന്മാരെ എന്ന പോലെ എന്ന് പറഞ്ഞ അർത്ഥം, രോഗബാധിതൻ മരുന്ന് കഴിച്ചാലേ ആ രോഗം ബാധിച്ച ആളുടെ ഉള്ളിലുള്ള രോഗാണു പോയിട്ട് അയാളുടെ ആരോഗ്യം വീണ്ടും കിട്ടുള്ളൂ. ഇതുപോലെയാണ്. അപ്പൊ രോഗം നമ്മുടെ സ്ഥായിയായ ഭാവമല്ല, സഹജമായിട്ടുള്ളതല്ല. അത് എന്തോ അണുക്കളെ കൊണ്ട് വന്നു ചേർന്നതാ. അത് മരുന്ന് കഴിയുമ്പോൾ പോണു, അല്ലേ? പഴയ ആരോഗ്യം തിരിച്ചു കിട്ടണം. ഇതുമാതിരി ബന്ധം നമ്മുടെ വാസ്തവ സ്വരൂപമല്ല, അത് അജ്ഞാനത്താൽ വന്നു ചേർന്നതാണ്. അത് അജ്ഞാനം കൊണ്ട് അജ്ഞാനം നീങ്ങുമ്പോഴോ ഇല്ലാണ്ടാകും ചെയ്യും. പക്ഷെ അജ്ഞാനം നീക്കാനുള്ള പരിശ്രമം നമുക്ക് വേണ്ടി വേറൊരാൾക്ക്, ഗുരുവിന് ചെയ്യാൻ സാധിക്കില്ല, അവനവൻ തന്നെ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. അത് മാത്രമല്ല, രോഗത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ രോഗി മരുന്ന് കഴിച്ചാൽ മാത്രം വരെ പഥ്യാചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഇവിടെ പഥ്യാചരണമാണ് എന്തൊക്കെയാണ് ഇതിന് അനുകൂലമായിട്ടുള്ളത് അതിന് സ്വീകരിക്കണം, പ്രതികൂലമായതിനെ ഉപേക്ഷിക്കണം. വിവേകം, വൈരാഗ്യം, ശമം, ദമം, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം ഇത്യാദി ഗുണങ്ങളൊക്കെ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു, അല്ലേ? സാധന സൃഷ്ട സമ്പത്തി, ഇതാണ് അനുകൂലമായിട്ടുള്ള നൃത്തം. ആത്മനിയന്ത്രണത്തോടുകൂടി ജീവിതം, തപസ്, ഇതെല്ലാം ഇതിനാവശ്യമുള്ളതാ. അതിനൊക്കെ സ്വീകരിക്കണം. അല്ലാതെ കുത്തഴിഞ്ഞ ജീവിതം, നിയന്ത്രണമില്ലാത്ത ജീവിതം, ഇന്ദ്രിയങ്ങളെ മനസ്സിനൊന്നും നിയന്ത്രിക്കാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ മനനധ്യാനത്തിനുള്ള സാമർഥ്യമോ കഴിവോ ഉണ്ടാവില്ല, സാക്ഷാത്കാരം നേടാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് 2 കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, പഥ്യാചരണം വേണം. രണ്ടാമത്, സ്വപ്രയത്നം അവനവൻ തന്നെ ചെയ്യും വേണം. എന്താ അവിടുത്തെ പ്രയത്നം? തൻ്റെ ആപ്തനായ, തൻ്റെ ഹിതകാംക്ഷിയായ ഗുരുവിൽ നിന്ന് തൻ്റെ വാസ്തവ സ്വരൂപം ഇന്നതാണ് എന്ന് കേട്ട് അതിനെ യുക്തിപൂർവം മനനം ചെയ്ത് ആ അറിവിനെ തൻ്റെ അറിവാക്കി അതിനെ നിരന്തര ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കണം, സ്വാനുഭവത്തിൽ കൊണ്ടുവരണം. അതിന് നമുക്ക് വേണ്ടി വേറൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല, അവനവൻ തന്നെ ചെയ്യണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഹരിയോ.